പൗർണമി തിങ്കളിൽ കിട്ടിയ അടുത്ത ആളാണ് ജീവിത പങ്കാളി അല്ലേ? അതെ. ഞാൻ മനോജേട്ടനെ വിളിച്ച് പറയാം. കൊട്ടേഷൻ കൊടുക്കണം. മിസ്റ്റർ മനോജ് പേയാടാണ് ഗൗരി ചേച്ചിയുടെ ഹസ്ബൻഡ്. ഞാൻ കഥയിലേക്ക് പോവാം അല്ലേ? പൗർണമി തിങ്കളുടെ ഡയറക്ടറാണ് ആയിരുന്നു. ഞാൻ അവിടെ വെച്ചാണ് കാണുന്നത്. അപ്പൊ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഈ പ്രേമം കേൾക്കാൻ. ഞങ്ങൾക്ക് ഇതൊക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊതി ഗുണം പറഞ്ഞതൊക്കെ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. ഞങ്ങൾ ആസ്വദിക്കും, ആസ്വദിക്കുന്ന ആൾക്കാർ ഞങ്ങൾ പ്രോത്സാഹിക്കും. ഞങ്ങൾ അങ്ങനെയാ. ചേട്ടാ ഞാൻ കുറച്ച് സമയം കണ്ടെടുക്കാം. ഇവരുടെ ലവ് സ്റ്റോറി പറയുന്നതിന് മുമ്പ് ഒരു കഥ ഞാനൊന്ന് പറഞ്ഞോട്ടെ. എനിക്ക് സാധാരണ ഇപ്പൊ മനോജ് സാർ നമ്മള് വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ലൊക്കേഷൻ എല്ലാവർക്കും അറിയാം. ആരോടും മിണ്ടില്ല, ചിരിക്കില്ല, വർത്താനം പറയില്ല, അങ്ങനത്തെ ഒരാളാ. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാ. ഞാൻ ഭയങ്കര അല്ലേ നവീൻ ചേട്ടൻ? ഗൗരി ചേച്ചി വന്നിട്ട് നമ്മൾ നോക്കുമ്പോ അങ്ങനെ അധികം ആരുടെ സംസാരിക്കില്ല. ഇതൊക്കെ ഇവര് തമ്മിൽ ലാസ്റ്റ് ഇഷ്ടത്തിലാന്ന് പറഞ്ഞപ്പോ ആ സെറ്റിലുള്ള എല്ലാവരും ഞെട്ടി. പിന്നെ വേറൊരു ഇൻസിഡന്റും കൂടെ ഉണ്ട്, അത് പറയട്ടെ. ഒരു ദിവസം ഞാൻ വീട്ടില് പോയപ്പോ എനിക്കൊരു കോള്. അതെ, ഒന്നും വിചാരിക്കല്ലേ, നിന്റെ ബാഗിലെങ്ങാനും ഇനി അറിയാതെ അസിസ്റ്റന്റ് എന്റെ ഒരു ഡയറി മിൽക്ക് എടുത്ത് വെച്ചു എന്നൊന്ന് നോക്കൂ. ഡയറി മിൽക്ക് എന്ന് കേട്ടപ്പോഴേ എനിക്ക് എവിടെയോ ഒരു മണം അടിച്ചു. പിന്നെ ഞാൻ ഒന്ന് തപ്പി, ഞാൻ ആ നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കിയപ്പോ പക്കത്തിൽ കഴിച്ച ഡയറി മിൽക്ക് അതിനകത്തിരിക്കുന്നു. അപ്പൊ ഞാനെന്തറിയോ ഇത് എടുത്തിട്ട് സാധനം കിട്ടിയിട്ട് പക്ഷെ ആരോ കഴിച്ചിട്ടുണ്ട്, ഞാനല്ല പറഞ്ഞു. അപ്പഴാ ഞാനിങ്ങനെ ഓരോന്ന് ചോദിച്ചപ്പോഴാ പറഞ്ഞു ഡയറി മിൽക്ക് എവിടെ നിന്ന് വന്നു. ഇത് നമ്മൾ ഈ അമ്പലത്തിൽ ഗണപതിക്കൊക്കെ നേർച്ചയിടൂലേ എല്ലാ ദിവസവും, അതുപോലെ എല്ലാ ദിവസവും കിട്ടിക്കൊണ്ടിരുന്ന നേർച്ചയായിരുന്നു ഡയറി മിൽക്ക് എന്ന് പിന്നെയാണ് ഞാൻ അറിയുന്നത്. അതറിയാതെ എന്റെ അസിസ്റ്റന്റ് എടുത്ത് എന്റെ ബാഗിൽ ഇട്ടിരുന്നു. അല്ല അതുകൊണ്ടല്ലേ നമ്മള് സത്യം പറഞ്ഞത്, കാര്യം പറഞ്ഞു. ബാക്കി അങ്ങനെ പറയണേ, എന്റെ പിള്ളേർക്ക് ഞാൻ ഇട്ടു കൊടുത്തതാ. ചോദിച്ചോ. എനിക്ക് ഒരു കാര്യം മാത്രം മനസ്സിലായി, നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ അപ്സരയെ പോലെ ഒരു ഫ്രണ്ട് ഉണ്ടാവും. ഒരു ഫ്രണ്ട് ഉണ്ടാവും. അതെങ്ങനെയാന്ന് പറഞ്ഞു. അല്ല എനിക്ക് സംശയമായിരുന്നു ഇവരുടെ എവിടെയാ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ പറയില്ലേ അത്രയും ആരെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാത്ത രണ്ട് ആൾക്കാർ എങ്ങനെ ഇൻട്രോവേർട്ട് രണ്ടുപേരും അങ്ങനെ തുടങ്ങിയത്. ആക്ച്വലി എനിക്ക് മനോജേട്ടനെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അത് ഈ നമ്മുടെ സംവിധായകരുടെ ചിലർ മിക്കവാറും ഒരു നമ്പറാണ്. കമ്പ്യൂട്ടർ ഇഷ്ടമാണെങ്കിൽ നന്നായിട്ട് വഴക്ക് പറയുക, അതിനുശേഷം അങ്ങനെ അല്ലായിരുന്നല്ലോ. ഞാൻ വർക്ക് ചെയ്തതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടർ പറയാൻ കാര്യം വേറൊന്നുമല്ല, വളരെ വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് മനോജ് ചേട്ടൻ. ആവശ്യമില്ലാത്ത ലൂസ് ടോക്സ് ഇല്ല, വേറെ ഒരു ഇതുമില്ല. അല്ല സീരിയസ്ലി വർക്ക് എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. പിന്നെ നന്നായിട്ട് നമ്മളെ കൊണ്ട് എത്രത്തോളം അടിപൊളിയായിട്ട് പെർഫോം ചെയ്യിക്കും, മാക്സിമം ചെയ്യിപ്പിക്കും. ആക്ച്വലി ഞാൻ അന്ന് ജാനി ചെയ്യുന്ന സമയത്താണ് പൗർണമി തിങ്കൾ റീപ്ലേസ്മെന്റ് ആയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ അവിടെ ചെല്ലുമ്പോൾ മനോജേട്ടൻ ആ സെറ്റിൽ ഇല്ല, അസോസിയേറ്റ് ആണ് എടുക്കുന്നത്. അപ്പം ഡയറക്ടർ എവിടെയോ പോയി എന്ന് പറയുന്നത്. അപ്പം ഞാൻ രാത്രി ഒരു 7-7:30 ആയപ്പോൾ ഒരാൾ കാറിൽ വന്നിറങ്ങുന്നു. പുള്ളി ഇങ്ങനെ സ്റ്റെപ്പ് കയറി വരുന്നു, ഞാൻ സ്റ്റെപ്പിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ കുറച്ചു നേരം എന്നെ ഇങ്ങനെ നോക്കി, ഞാനിങ്ങനെ നോക്കി, ഇത് ആരാ ഇത്, ഏതവനെ ഈ ജാടാന്ന് എൻ്റെ മനസ്സിൽ ചിരിക്കൂല. പുള്ളി ചിരിച്ച് ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പം ഞാൻ ഏതവനെ ഇത് എന്നെ കണ്ടിട്ട് ചിരിക്കാതെ പോയ ഒരേ ഒരു മനുഷ്യനാങ്ങനെ. അപ്പോൾ പെട്ടെന്ന് കൺട്രോളർ വന്നിട്ട് പറഞ്ഞു ഇതാണ് ഡയറക്ടർ മനോജ് പേയാണ്. അപ്പം ഞാൻ നമസ്കാരം പറഞ്ഞു. പുള്ളി നമസ്കാരം പറഞ്ഞു പോയി. പിന്നെ എനിക്ക് പൊതുവെ ഞാൻ സെറ്റിൽ വന്ന അധികം ആൾക്കാരോട് നവീൻ ചേട്ടനോട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ അങ്ങനെ ജാട കൊണ്ടല്ല കേട്ടോ, ഞാൻ എന്റെ കാര്യം പറഞ്ഞത്. ഓക്കെ. അപ്പൊ ഞാൻ അങ്ങനെ അങ്ങ് പൊക്കോണ്ടിരുന്നു. പക്ഷെ പുള്ളി എന്നെ മൈൻഡ് ചെയ്യാറില്ല, ഞാനും മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ എപ്പോഴും ഒരു സമയത്ത് ഞാനാണെങ്കിൽ എന്നെ കറക്റ്റ് ഷോട്ടിനെ വിളിച്ചാൽ ഞാൻ ചെല്ലും. 7:30 ക്യാമറ വെച്ചാൽ ഞാൻ ചെല്ലും, എനിക്കത് നിർബന്ധമാണ്. അപ്പം പെട്ടെന്ന് മനോജേട്ടൻ എൻ്റെ മുറിയിലേക്ക് കയറി വന്നിട്ട് നീ ഇവിടെ എന്തെടുത്തോണ്ടിരിക്കുകയാടി എന്ന് പറഞ്ഞ് 2 ചാട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എനിക്ക് ഷൗട്ട് ചെയ്ത്. എനിക്ക് പക്ഷേ ഞാൻ ചെയ്ത തെറ്റാണെങ്കിൽ ഞാൻ നിന്ന് കേൾക്കും, അത് ആരായാലും ഞാൻ കേൾക്കും. പക്ഷെ ഇത് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. അസോസിയേറ്റ് വന്ന് വിളിക്കാത്തതാണ്. പുള്ളി അവിടെ വേറെ ഏതോ പെണ്ണിനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പം മനോജേട്ടൻ വിചാരിച്ചെന്താ വെച്ചാൽ എന്നെ വിളിച്ചിട്ട് ഞാൻ വന്നില്ല. അപ്പം ലൈറ്റ് പോകുന്ന സമയം മനോജേട്ടനെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു ദേഷ്യം വന്നാൽ പുള്ളിയുടെ കൈ നിൽക്കില്ല, ഭയങ്കരമായിട്ട് ദേഷ്യം. അപ്പം എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. പിന്നെ എനിക്കിത് ഗ്രഡ്ജ് മനസ്സിനകത്ത്
എനിക്കിത് എങ്ങനെയാലും ഇവനോട് തീർക്കണം. അപ്പൊ ഇവരോടൊക്കെ അപ്പൊ ഞാൻ തിരിച്ചു ചെന്നിട്ട് ഞാൻ അപ്പം മിണ്ടിയില്ല, പക്ഷെ ഞാൻ തിരിച്ചവിടെ ചെന്നിട്ട് എൻ്റെ ഈഗോ എനിക്ക് സമ്മതിക്കുന്നില്ല. എന്നെ എന്തിനും ഇയാൾ വഴക്ക് പറഞ്ഞു. ഞാൻ തിരിച്ച് എന്തോ എങ്ങോട്ട് എന്നോട് പൊസിഷൻ നിൽക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സൗകര്യമില്ല നിൽക്കാൻ, താൻ ആരോടോ പറയാമെന്ന് ഞാൻ ചോദിച്ചു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ഒരു അരമണിക്കൂർ അടി എന്ന് പറഞ്ഞാൽ പുള്ളി എന്നെ അടുത്ത് കിണറ്റിലിടും എന്നൊക്കെ പറഞ്ഞു പുള്ളി. അവിടെ ഒരു തോടില്ലേ, അവിടെ ഒരു കുളം, മറ്റേ അരുവിക്കര വീട്ടിൽ അവിടെ ഇടുമെന്നൊക്കെ പറഞ്ഞു എന്നെ. അവസാനം ഞാനും കുറേ തിരിച്ചു വന്ന അവസാനം പ്രൊഡ്യൂസർ ഇടപെട്ടു. വാക്കുകൊണ്ടല്ലേ? വാക്കുകൊണ്ടേ ഉള്ളൂ. അങ്ങനെ പ്രൊഡ്യൂസറൊക്കെ ഇടപെട്ട് ഭയങ്കര പ്രശ്നമായി. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ക്വിറ്റ് ചെയ്യാന്ന്, ഇനി ഞാൻ ചെയ്യുന്നില്ല പറഞ്ഞു. അപ്പം പിന്നെ അവർ പോട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ കുറേ നാൾ മൈൻഡ് ചെയ്യില്ലായിരുന്നു. ഞാൻ അയാളുടെ മുഖത്ത് നോക്കില്ല, എൻ്റെ അടുത്ത് എനിക്ക് സീനും പറഞ്ഞു തരില്ല, ഞാൻ സീൻ ചോദിക്കുകയില്ല. അങ്ങനെ ഒരു വർഷത്തോളം പോയി. പിന്നെ എനിക്ക് മനസ്സിലായി എപ്പോഴും ഒരിക്കൽ പുള്ളി എങ്ങനെ നോക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്ക് മനസ്സിലായത് ഇഷ്ടം കൊണ്ട് നോക്കാന്നല്ല വിചാരിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ എപ്പോഴും ഒരാളുടെ നമ്പർ പുള്ളിക്ക് വേണമായിരുന്നു. അങ്ങനെ എന്തോ എപ്പോഴും മിണ്ടാൻ അല്ല, അതുകൊണ്ടാണ് ഇത് ഇത്രയും വർഷത്തിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ കാണുന്ന മിക്കവാറും ഈ സംവിധായകരും നായികയും തമ്മിൽ അല്ലെങ്കിൽ നടിയും തമ്മിലുള്ള കല്യാണത്തിന് ഒരു വലിയൊരു കാരണം മിക്കവാറും ഇങ്ങനെ തന്നെയാണ്, വഴക്ക് പറയുക, നമുക്ക് വെടക്കാക്കി തനിക്കാക്കുന്നൊരു പരിപാടി. അത് ഇപ്പോഴും എന്റെ ചേട്ടന്മാർ തുടരുന്നതിൽ വളരെ സന്തോഷം കേട്ടാ. പുതിയ വരുന്ന കുട്ടികൾ നിങ്ങൾ ശ്രദ്ധിക്കും, നിങ്ങളോട് ആരെങ്കിലും ദേഷ്യപ്പെടുകയാണെങ്കിൽ സംവിധായകന്മാര് എന്തോ ഉദ്ദേശമുണ്ട്. അല്ല അത് എനിക്ക് ഗുരുവായൂർ പോകണമായിരുന്നു. അപ്പൊ എന്നെ വിട്ടില്ല നേരത്തെ. അപ്പൊ മനോജേട്ടൻ പേർപ്പസ്ഫുള്ളി വിടാതിരിക്കുവാന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. പക്ഷെ മനോജേട്ടൻ്റെ അടുത്ത് അത് എത്തിയില്ല. അപ്പം ഞാൻ കരഞ്ഞപ്പോഴത്തേക്ക് മനോടെ വന്ന് ചോദിച്ചാൽ എന്താ കാര്യം വെച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. പക്ഷെ അന്ന് രാത്രി എനിക്ക് മെസ്സേജ് അയച്ചു, സോറി ഞാൻ അറിഞ്ഞില്ല. അപ്പം ഞാൻ ചോദിച്ചാൽ ആരാന്ന് വെച്ചാൽ മനോജ് പേടാണോ. ഓക്കെ അതങ്ങനെ വിട്ടു. പിന്നെ എപ്പോഴൊക്കെയാ ഇങ്ങനെ മിണ്ടി അതങ്ങനെയാണല്ലോ. അങ്ങനെയാണ് കാര്യങ്ങൾ. അല്ല, ഇവരുടെ അടി കാരണം ഒരു പ്രൊഡ്യൂസറിന്റെ ജീവിതം പോവേണ്ടതാണ്. ലാസ്റ്റ് അവസാനിച്ചത് അവർക്കൊരു ജീവിതം. ചിത്ര അവർക്കും ഭയങ്കര ഷോക്കായിരുന്നു. ഞാൻ കല്യാണം കഴിക്കാൻ പോവാ ഇയാളെന്ന് പറഞ്ഞപ്പോ കാരണം അവർക്കെല്ലാം ഞാൻ തെറി വിളിച്ചിട്ടേ കേട്ടിട്ടുള്ളൂ.